നല്ല ക്രിട്ടിക്കലാണല്ലേ? പിന്നെ പുറത്തെ റിവ്യൂസ് ഒന്നുമല്ല, അകത്തുനിന്നുള്ളതാണ്. എല്ലാവരും പറയും പുറത്തുള്ള റിവ്യൂസ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം അതിനേക്കാൾ വലിയ അകത്തുനിന്ന് കേൾക്കുന്നു. ഒരു തവണ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ, ഞാൻ പറഞ്ഞു പുറത്തുനിന്നും പുറത്ത് പോയി കഴിക്കണം, ബ്രദേഴ്സ് എല്ലാം ഇവിടെ വന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങളും ഒക്കെ അരിയാൻ കൂടി വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ കറി ഉണ്ടാക്കി. അതിനൊരു സുഖമുണ്ട്. പണ്ടൊക്കെയാന്ന് പറഞ്ഞാല് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവിടെയൊക്കെ എന്തിനാ ക്ലബ്ബുകൾ ഉണ്ട്, ഓണാഘോഷ പരിപാടികളുണ്ട്, എല്ലാവരും കൂടി തലേ ദിവസം പായസം ഉണ്ടാക്കുക. പക്ഷെ അതിപ്പോഴും ഉണ്ട് കേട്ടോ, ആ ക്ലബ്ബിൽ നിന്ന് ഇപ്പോഴും. അവിടെ മിക്കവാറും തേങ്ങ നമ്മുടെ തോട്ടത്തിൽ നിന്നാണ് എടുക്കുന്നത്, എന്നിട്ട് അത് കഴിയുമ്പോൾ അവർ പായസം ഇവിടെ കൊണ്ടുവന്ന് തരും. ഇവിടെ വർക്ക് ലൈഫ് ബാലൻസ് പറഞ്ഞാൽ നമ്മൾ വർക്ക് വീട്ടിൽ വെച്ച് പുറത്ത് വെച്ചിട്ട് വീട്ടിലേക്ക് വരാന്നുള്ളതാണ്. ഇവിടെ വീടും വർക്കും എല്ലാം ഒരിടത്താണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ശരിക്കും പുതിയ ജനറേഷൻ്റെ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു വലിയൊരു പ്ലസ് പോയിന്റ് അതാണ്. അവർക്ക് അവരുടെ പേഴ്സണൽ സ്പേസ് എടുത്തിട്ട് അവർക്ക് വർക്കിൻ്റെ ടൈം വേറെ, പേഴ്സണൽ ടൈം വേറെ, അതിന് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതൊരു വലിയ ഒരു പുതിയ ജനറേഷൻ എത്തിരി കുഴപ്പം പറഞ്ഞ് എന്ത് പറഞ്ഞാലും അതിൻ്റെ ഒരു നല്ല കാര്യങ്ങൾ അതാണ്. ജിത്തു ജോസഫും കുടുംബമാണ് നമുക്കപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന്റെ പങ്കാളി ലിൻഡ, മക്കൾ കാതറിൻ, കറ്റീന. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? ആ പേര് ഭയങ്കര പെക്യുലർ ആയിട്ട് തോന്നുന്നു. അത് എന്തെങ്കിലും മീനിങ് വെച്ചിട്ട് ആലോചിച്ച് ഇട്ടതാണോ? അല്ല, എനിക്കിഷ്ടമുള്ള പേരാ കറ്റീന. എൻ്റെ ഒരു കസിൻ്റെ യുഎസിലുള്ള ആർക്ക് കറ്റീന എന്ന് പേരുണ്ടായിരുന്നു. കറ്റീന ഇഷ്ടമാണ്, അതുപോലെ ക്യാത്തിയും ഇഷ്ടമാണ്. എനിക്ക് ഒഫീഷ്യലി കാതറിൻ എന്നാണ്, പക്ഷെ നമ്മൾ ഷോർട്ട് നെയിം ക്യാത്തി തന്നെയാണ്. അപ്പം നമ്മളിങ്ങനെ പറയുമ്പോഴും താങ്കളുടെ ഫിലിം മേക്കർ എന്നുള്ള ആ സ്പേസിലും ഇവർക്ക് കൃത്യമായിട്ട് റോളുകളുള്ള ആളുകളാണ് ഇവരെല്ലാം. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? സിനിമയിലോ? ആ സിനിമയിൽ എന്താ പറയുക, എൻ്റെ പേരൻസ് എനിക്ക് എൻ്റെ കരിയർ ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തന്നു. അവർക്ക് ആഗ്രഹങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്കും ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഇതാണ് താല്പര്യം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനാണ് ഇവരെ എങ്ങനെയെങ്കിലുമൊക്കെ പുറത്ത് പഠിപ്പിച്ചിട്ട് കെട്ടിച്ച് പുറത്ത് ഫോറിൻ കൺട്രീസിലൊക്കെ രണ്ടുപേരും രണ്ടു വഴിക്ക് വിട്ടിട്ട് ഞാൻ ഇടയ്ക്ക് അതുവഴിയൊക്കെ ഒന്ന് വിരകാമെന്ന് ഓർത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇവരിപ്പം ഞങ്ങളുടെ ചുറ്റിലും കിടന്ന് ഈ എറണാകുളത്ത് കിടന്ന് വിരകുക. എനിക്ക് അവർക്ക് ഈ സിനിമ ഫീൽഡൊക്കെ കണ്ട് അതുമായിട്ട് പരിചയപ്പെട്ടതിന്റെ ആയിരിക്കും ആ താല്പര്യം വന്നല്ലേ? എക്സ്പോഷർ ചെറുപ്പം തൊട്ടേ ഉള്ളതുകൊണ്ട് നമ്മൾ അതിന്റെ ഒരു എല്ലാ സൈഡും കണ്ടു. അപ്പൊ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വന്നാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്തായാലും വന്നു. ബെഡ് ടൈം സ്റ്റോറീസ് നിങ്ങളുടെ പ്രൊഡക്ഷൻ ഹൗസിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന്? ഞാനാ നോക്കുന്നത്. ഞങ്ങൾക്കൊരു പ്രൊഡക്ഷൻ ഹൗസ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മളിപ്പോൾ ഒരു 4 ഫിലിംസ് ആയി. നുണക്കുഴി തൊട്ട് ലേറ്റസ്റ്റ് റിലീസ്ഡ് ദൃഢമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു എക്സിക്യൂഷൻ കമ്പനിയാണ്. അത് ഞാനാണ്. അതിന്റെ റോൾ എങ്ങനെയാണ്? ഞാനിപ്പം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം മോസ്റ്റ്ലി ടൈം മാനേജ്മെന്റ്, പീപ്പിൾ മാനേജ്മെന്റ്, മണി മാനേജ്മെന്റ്, ആ ഒരു സെക്ഷനിലേക്കാണ്. മാനേജ്മെന്റ് റോളാണ്. അതാണ് നമ്മുടെ സ്കില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടാവില്ലേ? ഞാൻ അത്ര സ്കിൽഡ് ആണെന്ന് ഞാൻ ഇതുവരെ പറയില്ല. 4 പടമില്ലേ അല്ലേ? അയ്യോ, അതൊക്കെ കുറേ ഒരു വലിയ ടീമുണ്ട് ഇത് ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ട് വരുന്നേ ഉള്ളൂ. എനിക്കത് മാനേജറിയൽ റോൾ ഇഷ്ടമാണ്. എനിക്ക് ലോജിസ്റ്റിക്സും ഓർഗനൈസ് ചെയ്യാനും ഇഷ്ടം. അപ്പൊ അങ്ങനെ അതിലേക്ക് കയറിയെന്നുള്ളൂ. എന്നാലും സ്കിൽഡ് ആയിട്ടില്ല. എഴുത്തിലാന്ന് തോന്നുന്നു താങ്കൾക്ക് താല്പര്യം? എഴുത്തും പിന്നെ ഡയറക്ഷനും, അതാണ് ആഗ്രഹം. എഴുതുന്നുണ്ടോ ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് ഞാൻ കഴിഞ്ഞു, അതിന്റെ ഏർലി സ്റ്റേജസിലാണ്. അടുത്തത് വേറെ ഒന്നും ചുമ്മാ ഇങ്ങനെ സമയം കിട്ടുമ്പോൾ എഴുതുന്നുണ്ട്. ഫാദറിന്റെ സജഷൻസ് കാര്യങ്ങൾ അങ്ങനെ മേടിക്കാറുണ്ടോ? അങ്ങനെ ഭയങ്കരമായിട്ട് ഡാഡി ഇൻവോൾവ് ആവാറില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എന്നോട് എഴുതുക അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എഴുതി കഴിഞ്ഞ് ഞാൻ കൊണ്ടുവരുമ്പോൾ ഡാഡി യൂഷ്വലി ഒന്നേ കഥ കേൾക്കും, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വായിക്കുന്നേ. വായിച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും കൊടുക്കുന്ന പോലെ ഡാഡി ഒപ്പീനിയനും സജഷനും ഇൻപുട്ടും ഒക്കെ തരാം. ഫസ്റ്റ് എഴുതിയ സാധനം സ്ക്രിപ്റ്റ് വായിച്ചപ്പം ഫസ്റ്റ് തോന്നിയ റിമാർക്ക് എന്തായിരുന്നു? അല്ല, എന്നോട് സ്ക്രിപ്റ്റ് അല്ല, അത് എന്നോടൊരു കഥയാണ് പറഞ്ഞത്. കഥയെല്ലാം എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്നു, കൊള്ളാം മോളെ, നന്നായിട്ടുണ്ട്. കാരണം ഒരു നല്ലൊരു ഫീൽ ഗുഡ്, നല്ലൊരു ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം അത്രയും ഒരു കഥ ഉണ്ടാക്കി പറയണമെങ്കിൽ അത് എഴുതാനുള്ള കഴിവുണ്ടാവണമെന്ന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ എഴുതാൻ പറഞ്ഞു. അപ്പം പുള്ളി എഴുതി, നമ്മളതിൻ്റെ ഒപ്പീനിയൻസ് പറഞ്ഞു. ഞാൻ പറഞ്ഞെന്നോർത്ത് അതെല്ലാം എടുക്കണം എന്നില്ല, കാരണം ഓരോ വ്യക്തികൾക്കും അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ടല്ലോ. അപ്പോൾ
അപ്പം അതിനകത്ത് പുള്ളിക്ക് ഇഷ്ടമുള്ളത് പുള്ളി എടുക്കും, ഇഷ്ടമില്ലാത്ത പറയും. അപ്പം ഞങ്ങൾ വഴക്കുണ്ടാക്കും. അതൊക്കെ ഇതിനകത്തുള്ളതാ. അത് ഈവൻ റൈറ്റർ ഡയറക്ടർ തമ്മിലും തേർഡ് പാർട്ടി ആണെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പം എൻഡ് ഓഫ് ദ ഡേ ആ വഴക്കുകൾ ആവശ്യമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. പക്ഷെ അതിനെ ഒരു പരിധിക്കപ്പുറം ഹൃദയത്തിലേക്ക് എടുക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ എൻ്റെ അഭിപ്രായ വ്യത്യാസം പറയും, എൻ്റെ സിനിമയിൽ ഇവർ കുറ്റം പറയും, അഭിപ്രായ വ്യത്യാസം പറയും, അത് ഇവരെല്ലാവരും പറയും, ഒരു ദാക്ഷിണ്യം ഇല്ലാതെ. നല്ല ക്രിട്ടിക്കലാണല്ലേ? പിന്നെ പുറത്തെ റിവ്യൂസ് ഒന്നുമല്ല, അകത്തുനിന്നുള്ളതാണ്. ഇപ്പൊ എല്ലാവരും പറയും പുറത്തുള്ള റിവ്യൂസ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം അതിനേക്കാൾ വലിയ അതിലും വലുതാണ് ഞാൻ ഇപ്പോൾ അല്ല, മേടിച്ചിട്ടുണ്ടെങ്കിൽ. ബേസിക്കലി നല്ലതല്ലേ. അവര് ഇപ്പം നമ്മൾ ചെയ്യുന്നതിനെല്ലാം പൊഴുത്തിക്കൊണ്ടിരുന്ന കാര്യമില്ല. അവർക്ക് തോന്നുന്ന കാര്യം അവർ പറയും. എനിക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ, എനിക്ക് എൻ്റെതായ രീതികളുണ്ടാവും, ഞാൻ എൻ്റെതായ രീതിയിൽ കൂടെ പോകും. അപ്പോൾ അതങ്ങനെയാണ്. ഇപ്പം മാം ആണെങ്കിൽ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റിലാണത്. അതെങ്ങനെയാണ് അതിലോട്ട് എത്തിപ്പെടുന്നത്? തുടക്കം ജിത്തുവിൻ്റെ സിനിമ തുടങ്ങിയ സമയത്ത് ആദ്യമൊക്കെ ഞാൻ വെറുതെ ഡിറ്റക്റ്റീവിൻ്റെ ലൊക്കേഷനിൽ വരുമായിരുന്നു. മമ്മി ആൻമിയുടെ ലൊക്കേഷനിലൊക്കെ ആദ്യം ഷൂട്ട് നടക്കുന്ന സമയത്ത് വരും. അപ്പം ജിത്തുവിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു, എനിക്ക് ഞാൻ പിള്ളേരുടെയും എൻ്റെയൊക്കെ ഡ്രസ്സ് ചെയ്യും, എനിക്ക് അതിനോട് ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ സിനിമയിലോട്ട് വരുമെന്നോ അല്ലെങ്കിൽ സിനിമയെ കോസ്റ്റ്യൂം ചെയ്യുന്നോന്നോ അങ്ങനെ ഒരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ജിത്തു അന്ന് പറഞ്ഞു, കുറച്ച് കഴിയുമ്പം പിള്ളേരൊക്കെ കുറച്ചുകൂടെ ആകുമ്പം ജിത്തു ബിസി ആവും, പിന്നെ എനിക്ക് ഒന്നും ചെയ്യാനില്ലാതെ ഒരു ഇത് വരരുത്, അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് നിൽക്കാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ മമ്മി ആൻമിയിൽ കുറച്ച് ചെറുതായിട്ട് ചെയ്തു, അസിസ്റ്റ് ചെയ്തു. പിന്നെ മൈ ബോസിൽ മമതയുടെ മാത്രം ചെയ്തു. മെമ്മറീസ് ആയപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തു. ഓരോ കട്ടായിട്ട് സാറിനെ പരീക്ഷിച്ച് കൊണ്ടുവന്നാണോ? ഫുള്ളി കോൺഫിഡന്റ് ഉണ്ടായിരുന്നോ ഇത് കൊടുക്കാം? അല്ല, എനിക്കറിയില്ല. ഇപ്പൊ പുള്ളിക്ക് താല്പര്യം ഉണ്ടെന്നറിയാം. അപ്പൊ ഡിറ്റക്റ്റീവിൽ അതിനകത്ത് സിന്ധു മേനോന്റെ ഒരു ചുരിദാർ അന്ന് അതിന്റെ പ്രൊഡ്യൂസർ മയ്യേട്ടൻ തന്നെയായിരുന്നു എൻ്റെ കോസ്റ്റ്യൂം. അപ്പൊ ലിൻഡെ ഇങ്ങനെ പറഞ്ഞു, മയ്യേട്ടൻ അത് ചെയ്തു. അത് കഴിഞ്ഞപ്പം മമ്മി ആൻമയിൽ യാദൃശ്യമായിട്ട് വന്ന, ശരിക്കും അന്നേരം പ്ലാനൊന്നും ഇല്ലായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ വേറെ വർക്ക് ചെയ്യുകയും സെറ്റിലില്ല. അപ്പൊ കൺഫ്യൂഷൻസ് ഒക്കെ വന്നപ്പോ പെട്ടെന്ന് ഞാൻ ലിൻഡയോട് ഒന്ന് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ലിൻഡ ചെയ്ത പ്രൊഡ്യൂസർക്കും വലിയ ഇതായി. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു, അപ്പൊ നിനക്ക് താല്പര്യമാണ് നീ ചെയ്യ എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് മമതയുടെ വന്നപ്പം മമതയുടെ ഫുൾ അങ്ങ് പുള്ളിക്കാലത്ത് ചെയ്തു. ഇതിനകത്ത് മെമ്മറീസിൽ ഒഫീഷ്യലായിട്ട് ചെയ്തു. പിന്നെ നമ്മൾ തുടക്കത്തിൽ ഇതിന്റെ രീതികളൊക്കെ ഉണ്ടല്ലോ, ഈ ഡിസൈനിങ് മാത്രമല്ല ഇതിന്റെ പ്രശ്നം. സിനിമയുടെ നമുക്കിപ്പോൾ വേറൊരു കസ്റ്റമർക്ക് ഒരു ബ്രൈഡൽ ചെയ്യുന്നത് നമുക്ക് ഒത്തിരി ടൈമുണ്ട്, ഇതുണ്ട്. സിനിമയിൽ അങ്ങനെയൊന്നുമില്ല, ലാസ്റ്റ് മിനിറ്റ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ കഥയിലൊരു ചേഞ്ചസ് വരുന്നത്. അതുണ്ട്. പക്ഷെ ഡിസൈനിങ് പോലും ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ സ്ക്രിപ്റ്റ് ഒരു ക്യാരക്ടറിന് പുതിയതായിട്ട് വരുന്നു, അത് വരുമ്പോൾ പെട്ടെന്ന് അത് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് അത് ചിലപ്പോൾ ഈ അളവെടുക്കേണ്ട ആൾ ഇവിടെ ഉണ്ടാവണമെന്നില്ല. പിന്നെ അവിടെ എവിടെയാണ്, ചിലപ്പോൾ ഡൽഹിയിലായിരിക്കാം, ബോംബെയിലായിരിക്കും, ആരുടെയാണോ ഏത് ആക്ടറിൻ്റെ ആണോ, പിന്നെ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യുക. അപ്പം ഒരു ചെറിയ പരിപാടിയൊന്നും അല്ല. അല്ല, ഈ ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടറുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഭയങ്കര സ്മൂത്ത് ആണോ, അതോ ഇപ്പൊ പറഞ്ഞ പോലെ തർക്കങ്ങൾ ഉണ്ടാവും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നോ? അയ്യോ, ഒത്തിരി തർക്കങ്ങളുണ്ട്. എനിക്ക് തോന്നുന്ന വേറൊരു ഡയറക്ടറുടെ പടം ചെയ്യാനായിരിക്കാം എളുപ്പം തോന്നുന്നു. കാരണം കൂടുതൽ തർക്കങ്ങളെ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ വീട്ടിലുള്ള ആളല്ലേ എന്നോർത്ത് രണ്ടുപേരും ആ ഒരു പ്രിവിലേജ് എടുക്കുന്ന പോലെയായിരിക്കും സംസാരത്തിലും തർക്കത്തിലും ഒക്കെ വരുന്നത് എന്ന് തോന്നുന്നു. അതാ എനിക്കങ്ങനെയാ തോന്നിയിട്ടുള്ളത്, അല്ലാതെ തർക്കങ്ങൾ ഈസി ഒന്നുമല്ല. അപ്പൊ ഈ സജഷൻ പറയുന്നതിലൊക്കെ ഒരു സോഫ്റ്റ്നെസ് കാണിക്കാറുണ്ടോ, അതോ മറ്റുള്ള ഒരു ഇതിനെ അപേക്ഷിച്ച് ലിൻഡെ ആകുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ, ഞാൻ സെറ്റിൽ വരുമ്പോൾ ഒരു എന്താ പറയുക, അവിടെ ഒരു ലീനിയൻസി കാണിക്കാൻ പാടില്ല. കാരണം ബാക്കിയും ടെക്നീഷ്യൻസ് ഉണ്ട്. അപ്പം ഞാൻ ചെറിയ കാര്യത്തിന് ചിലപ്പോൾ മറ്റാരേക്കാൾ വഴക്ക് പറയുന്ന പോലെ കൂടുതൽ ചിലപ്പോൾ ലിൻഡെ പറയും. അപ്പോൾ ഇവർ നോക്കുമ്പോൾ എല്ലായിടത്തും ഒരുപോലെയാണ്, അല്ലെങ്കിൽ ഞങ്ങളോട് ഇച്ചിരി ഭേദമാണ്, അല്ലാതെ ഞാൻ എൻ്റെ ഭാര്യയാണെന്നും പറഞ്ഞ് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുന്നത് ശരിയല്ല. അപ്പം അങ്ങനെ. അപ്പം എന്നോട് ഈയിടെ പറഞ്ഞു, എന്നിരുതി ഇങ്ങനെ പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഈയിടെ പറഞ്ഞു. അങ്ങനെയും പറയാറുണ്ട്. പിന്നെ ഭാഗത്ത് കയറിയിട്ട് അവിടെ സെറ്റ് വെച്ച് ഞാൻ കേട്ട് നിൽക്കും. അതുകഴിയുമ്പോൾ അകത്ത് വരുമ്പോൾ പറയുമല്ലോ. അപ്പം ഞാൻ കേട്ട് നിൽക്കും. ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോഴും ഇങ്ങനത്തെ ഒരു നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇതുണ്ടാവില്ലേ? കാരണം ഈ ഷൂട്ട് ഡേയ്സ് ആകട്ടെ, അല്ലെങ്കിൽ ഇവർ ചിലപ്പോൾ ഒരു ഇംപ്രവൈസ് ചെയ്യാൻ വേണ്ടി ടൈം എടുക്കുന്ന അങ്ങനത്തെ പരിപാടികളൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ പ്രൊഡക്ഷൻ ചിലവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലൊരു ഊഹം കാണുമല്ലോ. അപ്പോൾ അതനുസരിച്ച് പറയാറുണ്ടോ ഇത് ഇച്ചിരി കൂടുതലാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ സജഷൻസോ അല്ലെങ്കിൽ നിർദ്ദേശമൊക്കെ കൊടുക്കാറുണ്ടോ? നിർദ്ദേശിക്കാറില്ല. കാരണം ബിക്കോസ് ഇവരും പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒബ്വിയസ്ലി ഫാമിലി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ഡൈനമിക് ഡിഫറൻസ് ഉണ്ട്.
പിന്നെ ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ക്രിയേറ്റീവ് സൈഡാണ് കുറേ കൂടെ കണ്ടിരിക്കുന്നത്. കാരണം ഡാഡി പ്രൊഡക്ഷനിൽ ഇറങ്ങിയിട്ട് ഇപ്പം 4 വർഷമല്ലേ ആയിട്ടുള്ളൂ. അപ്പം ഞങ്ങളും ആസ് പ്രൊഡക്ഷൻ ക്രിയേറ്റീവ് സൈഡിന് വേണ്ടി കുറച്ച് സ്പെൻഡ് ചെയ്യുന്നതിനോട് താല്പര്യപ്പെട്ടാണ് നിൽക്കുന്നത്. അല്ലാതെ യൂഷ്വലി ഉള്ള ഓരോ ഡിസ്കഷൻസിന്റെ സമയത്തുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ട്. അത് അമ്മ പറഞ്ഞ പോലെ തന്നെ ഫാമിലി ആവുമ്പോൾ കുറച്ചും കൂടെ ആ ഡൈനാമിക്കിൽ കമ്മ്യൂണിക്കേഷൻസ് കൂടണം. അപ്പം അതുണ്ട്. അല്ലാതെ ഇപ്പോൾ പ്രൊഡക്ഷൻ വൈസ് വെരി കംഫർട്ടബിൾ ടു വർക്ക് വിത്ത് ആണ് സോ ഫാർ. എനിക്ക് അങ്ങനെ പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഈ ഒരു സർക്കിളിന് പുറത്തായിട്ടുള്ള പടങ്ങൾ ബെഡ് ടൈം സ്റ്റോറീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്താണ് അതിന്റെ ഒരു? ഞങ്ങൾ ഉറപ്പായിട്ടും പുറത്തുനിന്ന് നോക്കുന്നുണ്ട്. ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ ആക്റ്റീവായിട്ട് കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു നല്ല കഥ കിട്ടിക്കഴിയുമ്പോൾ ഒബ്വിയസ്ലി പുറത്തുനിന്ന്. സിനിമ പ്രൊഡക്ഷനേക്കാൾ ബുദ്ധിമുട്ടാണ് കഥ കണ്ടുപിടിക്കാൻ. നിങ്ങൾ കഥ കേൾക്കുന്ന രീതി ഭയങ്കര രസമാണ്, എപ്പോഴും ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കഥ ചൂസ് ചെയ്യുന്നത്, കഥ കയ്യിലോട്ട് വരുന്ന കഥകൾ ഒക്കെ ചൂസ് ചെയ്യുന്നത് ഭയങ്കര അപ്പൊ രസമാണ്. അതൊക്കെ റീസെന്റ് ആയിട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പം പുറത്തുനിന്നുള്ള കഥകൾ ആദ്യം കറ്റിന കേൾക്കുന്നുണ്ട്, എല്ലാവരും മാറി മാറി കേൾക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് ഒരു കഥ നല്ലത് കിട്ടിയാൽ പുറത്തുള്ള പിള്ളേരെ വെച്ച് ഡയറക്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഇവിടെ ഫാമിലിയിലെ അല്ലാതെ അല്ലെ നമ്മുടെ ഗ്രൂപ്പിലെ പിള്ളേരല്ലാതെ ചെയ്യാൻ വേണ്ടി അങ്ങനെ നോക്കുന്നുണ്ട്. റീസെന്റ് ആയിട്ടാണ് സീരിയസ് ആയിട്ടുള്ള കഥകൾ പുറത്തുനിന്ന് കേൾക്കാൻ തുടങ്ങിയത്. കാതറിന്റെ കഥ നമുക്ക് ഉടനെ അല്ല ഉടനെയൊന്നും അറിയില്ല, അതിന്റെ പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കടമ്പകള് ഒരു ആക്ടർക്ക് അത് ഇഷ്ടപ്പെട്ടു, ഇനിയിപ്പോ സ്ക്രിപ്റ്റ് വായിച്ച് അത് ഓക്കെ പറഞ്ഞ് അത് ആ വ്യക്തി എന്നാണോ ഫ്രീ ആവുന്ന ആ ഡേറ്റ്സ് വെച്ചിട്ട് ഒക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ്സ് എ ലോങ് പ്രോസസ്സ്. പ്രത്യേകിച്ച് ഒരു തുടക്കക്കാരി ആവുമ്പോൾ ഇപ്പം എൻ്റെ മോളായതുകൊണ്ട് അങ്ങനെയല്ലല്ലോ. ഷീസ് ആൻ ഇൻഡിപെൻഡൻറ്റ്, ഒരു പുതിയ ഫ്രഷ് ആയിട്ടുള്ള ഇത്. ഞാൻ അതിനകത്ത് അധികം ഇടപെടാറില്ല. ഈയിടെ ഒരു പ്രൊഡ്യൂസറെ ചെന്ന് കാണാൻ ആയിട്ട് പോയപ്പം ഈ പറഞ്ഞ പോലെ ഞാനിങ്ങനെ ഒന്ന് ജസ്റ്റ് വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ മോൾ ഇതുണ്ട് വായിച്ചിട്ട് എന്താണെന്ന് പറഞ്ഞു. ഞാൻ ആ ഏരിയയിലേക്കേ പോയിട്ടില്ല. ചിലപ്പോൾ അവരുമായി സംസാരിച്ച്, ഇവർ എൻ്റെ കൂടെയാണ് പോയത്, ഇവരുമായി സംസാരിച്ച് വർക്കൗട്ട് അതിൻ്റെ ബിസിനസ്സും കാര്യങ്ങളും അല്ലെങ്കിൽ പ്രൊഡക്ഷനും ഒക്കെ സംസാരിച്ച് ചിലപ്പോൾ നടക്കുമായിരിക്കും, ചിലപ്പോൾ പ്രൊഡ്യൂസർക്ക് താല്പര്യം കുറവ് പറയുമായിരിക്കും. അപ്പോൾ അവരടുത്ത ആളെ പോകണം. അതാ പ്രോസസ്സിൽ കൂടെ പോയാലല്ലേ പഠിക്കുള്ളൂ. ഇങ്ങനെ നറേറ്റ് ചെയ്യാൻ പോയി, ഇപ്പോൾ ഒരു സ്റ്റാറിനോട് നറേറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നിങ്ങളുള്ള ഒരു ഫീൽ എങ്ങനെയായിരുന്നു? അത് അതിന് മുന്നേ ഞാൻ വേറെ ആക്ടേഴ്സിൻ്റെ അടുത്ത് ഈ പർട്ടിക്കുലർ സബ്ജക്റ്റ് അല്ല, അതിന് മുമ്പ് വേറെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എവിടെയോ അതിച്ചിരി ഒന്ന് ലൈക്ക് നമ്മളതുമായിട്ട് യൂസ്ഡ് ആയായിരുന്നു. പക്ഷെ എന്നാലും പറയുന്നത് ആദ്യം ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ കേൾക്കുന്ന ആക്ടർ ഭയങ്കര നല്ലതായിട്ട് റിസീവ് ചെയ്തു. അപ്പോൾ എനിക്ക് പറയുന്നതും ബെറ്ററായി. അതുകൊണ്ട് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഫെസ്റ്റിവൽ സീസണിൽ ഒരു ഓണം സമയത്താണ് ഇത് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ മൈൻഡിൽ ഏറ്റവും മെമ്മറബിളായിട്ട് നിൽക്കുന്ന ഒരു മൊമെൻ്റ് എന്താണ്? ഒരു ഓണം അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവലിൻ്റെ സാധനത്തിൽ എപ്പോഴും ചെറുപ്പത്തിലേക്കായിരിക്കും. എനിക്ക് ഇവിടെ എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ഓണംസാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം എല്ലാം ഒരു എന്താ പറയുക, ഒരു വേറൊരു എൻ്റെ രീതി മാറിപ്പോയി. ഈവൻ വീട്ടിൽ ഉണ്ടാക്കാറില്ല, പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്നു. അങ്ങനെ ഇടയ്ക്ക് ഞാൻ ഈ വീട്ടിൽ തന്നെ വെച്ചൊരു 3-4 കൊല്ലമായിരുന്നു ആണല്ലേ. ഇവിടെ ഞങ്ങള് കസിൻസും പിള്ളേരും കൂടിയിട്ട് ഞങ്ങള് പിള്ളേരെല്ലാരും കൂടെ കുക്ക് ചെയ്തത്. എന്നിട്ട് ഞങ്ങൾക്ക് ചെയ്തില്ല. ഒരു തവണ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഞാൻ പറഞ്ഞു പുറത്തുനിന്നും പുറത്ത് പോയി കഴിക്കണം. ബ്രദേഴ്സ് എല്ലാവരും ഇവിടെ വന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങളും ഒക്കെ അരിയാൻ കൂടി വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ കറി ഉണ്ടാക്കി. അതിനൊരു സുഖമുണ്ട്. അത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവിടെയൊക്കെ എന്തിനാ ക്ലബ്ബുകൾ ഉണ്ട്, ഓണാഘോഷ പരിപാടികളുണ്ട്. അപ്പോൾ അതിൻ്റെ മത്സരങ്ങളുണ്ട്, അതിനകത്ത് പങ്കെടുക്കുക. എന്നിട്ട് ആ ക്ലബിൽ എല്ലാവരും കൂടി തലേദിവസം പായസം ഉണ്ടാക്കുക. പക്ഷെ അതിപ്പോഴും ഉണ്ട് കേട്ടോ, ആ ക്ലബിൽ നിന്ന് ഇപ്പോഴും. അവിടെ മിക്കവാറും തേങ്ങ നമ്മുടെ തോട്ടത്തിൽ നിന്നാണ് എടുക്കുന്നത്. എന്നിട്ട് അത് കഴിയുമ്പോൾ അവർ പായസം ഇവിടെ കൊണ്ടുവന്ന് തരും. അപ്പോൾ ആ ഇത് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ മറ്റേ പൂ പറിക്കാൻ നടക്കുന്നതും ചെറുപ്പത്തിലും മറ്റേ ഓണം പൂക്കള ഇടുന്നതും അങ്ങനെ ഒരു അത് ഭയങ്കര. അതിപ്പോൾ ക്രിസ്മസ് ആണെങ്കിലും ഓണം ആണെങ്കിലും ഒക്കെ എൻ്റെ ചെറുപ്പകാലത്തിലാണ് ഏറ്റവും ഞാൻ എൻജോയ് ചെയ്തത്. ഇതായപ്പോൾ പിന്നെ ചിലപ്പോൾ സിനിമ സെറ്റിൽ മൈബോസിന്റെ സെറ്റിലായിരുന്നു അന്ന് അല്ലേ. എനിക്ക് എൻ്റെ ഒരു മെമ്മറി ചെറുപ്പത്തിലെ ഒന്ന് മൈബോസ് ഉണ്ട്, പിന്നെ ആദ്യയുടെ സെറ്റിൽ ഞങ്ങൾ ഹൈദരാബാദായിരുന്നു. അപ്പം അന്ന് നമ്മൾ ശരിക്കും ഓണം ഞങ്ങൾ ഡാൻസ് കളിച്ചു, വടംവലി ഉണ്ടായിരുന്നു. അപ്പം അത് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. കാത്തി ഇല്ലായിരുന്നു. പക്ഷേ കുറെ സെറ്റിൽ നമ്മൾ ഫെസ്റ്റിവൽസ് കുറെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബെഡ് ടൈമിന്റെ ടീമായിട്ട് കഴിഞ്ഞ വർഷം കമ്പനി ഫെസ്റ്റിവൽ കഴിയുമ്പോഴും മൂഡ് ഓരോ രീതിയിലും ഓരോ സംരംഭത്തിന്റെ ഭാഗമായിട്ടാണ്. എനിക്കൊന്ന് തിരക്ക് കൂടുന്നത് ശരിക്കും നമ്മുടെ ആഘോഷത്തെ ശരിക്കും ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമുക്കത് തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ ഞാനിവിടെ ഇല്ല, ഞാൻ ഷൂട്ടിലാണെങ്കിൽ മൊത്തത്തിൽ ഇതിന്റെ ഒരു രീതികൾ മാറുമല്ലോ. അപ്പം
ഓരോരു ഇപ്പം ഇവിടെ 4 പേരും തിരക്കാണ്. അപ്പോൾ എല്ലാവരും അവരുടേതായ രീതിയിൽ ബിസി ആയിട്ട് ഓടി കിടക്കുന്നു. പക്ഷേ ഈ ഇങ്ങനെ ഓണം ഫെസ്റ്റിവൽ ഇങ്ങനെയല്ല ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾ ബ്രദേഴ്സെല്ലാം ഞങ്ങളെല്ലാവരും കൂടാറുണ്ട്. അതങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്നാലും എനിക്കൊക്കെ എപ്പോഴും ചെറുപ്പകാലത്തിൽ അതിൻ്റെ ഒരു ഭംഗി വേറെയായിരുന്നു. എല്ലാ ഫെസ്റ്റിവലും നമുക്ക് ചെറുപ്പകാലത്തേതാണ് ചെറുപ്പകാലത്തിലെ കുറച്ചുകൂടെ നല്ല അതിപ്പോൾ ഇവർക്ക് ഇത് മനസ്സിലാണെങ്കിൽ ഇവരിനി ഇവരിതായി ആ വ്യത്യാസം വരുമ്പോഴായിരുന്നു എന്ന് ചിലപ്പോൾ തോന്നാം. ഇപ്പോഴത്തെ ആയിരുന്നു ചെറുപ്പകാലത്തിലായിരുന്നു കുറച്ചുകൂടെ മനോഹരം. അപ്പോൾ ചിലപ്പോൾ അത് തിരക്ക് വന്ന് കുറച്ചുകൂടെ തിരക്കായി കഴിയുമ്പോഴത്തേക്കും ഈ വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ആഘോഷത്തിനെ പറ്റി പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ ഈ വർക്ക് നമുക്ക് വെളിയിൽ വെച്ചിട്ട് വീട്ടിലേക്ക് വരാം എന്ന് ചിലപ്പോൾ ഒരു സിനിമാക്കാരന് അല്ലെങ്കിൽ സിനിമയായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്ക് എപ്പോഴും പറ്റിയെന്ന് വരില്ല. ആലോചനകൾ ഉണ്ടാവാം, സ്ക്രിപ്റ്റ് ഉണ്ടാവാം മനസ്സിൽ, പിന്നെ കോളുകൾ വരാം, ഇങ്ങനെ നിരന്തരം അതിൻ്റെ ഒരു ചുറ്റിപ്പറ്റിയായിരിക്കും. അതെങ്ങനെ ഈ ഒരു ഞാണമ്മേക്കളി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുവന്നുള്ളത്? എനിക്കറിയില്ല, അതങ്ങ് സംഭവിക്കുന്നതാണ്. ഇപ്പം ചിലരെന്നോട് പറയുന്നുണ്ട് എൻ്റെ ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര ഇതാണ്, ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേറെ പല പരിപാടികൾ, കെട്ടിടം പണിയോ അതുണ്ടെങ്കിൽ അത് നോക്കുന്നു ഇത് നോക്കുന്നു എന്ന് പറഞ്ഞു. എനിക്കറിയില്ല, ഞാനതങ്ങ് മാനേജ് ചെയ്ത് പോകുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് ടൈം മാനേജ്മെൻറ്റ് നല്ല തിരക്കായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഓരോ താല്പര്യങ്ങൾ വരുമല്ലോ. ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ താല്പര്യം, ചിലപ്പോൾ ഞാൻ ഒരിടത്തൊരു കെട്ടിടം പണിയായിരിക്കും, അപ്പോൾ അതിൻ്റെ കാര്യത്തിന് അത് അങ്ങനെ അത് ഞാനിതെല്ലാം മാനേജ് ചെയ്യുന്നു. അതിപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അതങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അതിനുവേണ്ടി സ്പെഷ്യലായിട്ടൊരു സ്കിൽ അങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. എനിവേ സമൂഹം ഞാനത് മാനേജ് ചെയ്ത് പോകുന്നു, അത്രയേ ഉള്ളൂ. അതിനകത്തൊരു നമ്മുടെയൊക്കെ ഒരു ജനറേഷൻ ആണെന്ന് തോന്നുന്നു ഇപ്പോൾ കൂടുതലായിട്ട് ഈ വാക്ക് ഉപയോഗിക്കുന്ന വർക്ക് ലൈഫ് ബാലൻസിങ് എന്ന് പറയുന്നത്. നിങ്ങളെങ്ങനെയാണ് അതൊന്നും നോക്കുന്നത്? നമുക്ക് ഒരു പേഴ്സണൽ ടൈം കൃത്യമായിട്ട് വേണം, ഇവിടെ വെച്ച് സ്വിച്ച് ഓഫ് ആക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി പ്രത്യേകിച്ച് അങ്ങനെ നടക്കാറില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ ഡാഡി ഭയങ്കര മൾട്ടി ടാസ്കർ ആണ് ഇപ്പൊ പറഞ്ഞ പോലെ. പക്ഷെ ഡാഡി അത് കോൺസ്റ്റന്റ്ലി ചെയ്യും, ഡാഡി മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യും. ഞാൻ അതിലേക്ക് എത്തിയിട്ടില്ല. ഇവിടെ വർക്ക് ലൈഫ് ബാലൻസ് പറഞ്ഞാൽ നമ്മൾ വർക്ക് വീട്ടിൽ വെച്ച് പുറത്ത് വെച്ചിട്ട് വീട്ടിലേക്ക് വരിക എന്നുള്ളതാണ്. ഇവിടെ വീടും വർക്കും എല്ലാം ഒരിടത്താണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. പക്ഷെ അതിൻ്റെതായ പല കാര്യങ്ങളും നമുക്ക് മിസ് ചെയ്യുന്നുമുണ്ട്. ഇത് മാനേജ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും നമുക്ക് മിസ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ബാലൻസിൽ അങ്ങ് പോകുന്നു എന്നേ ഉള്ളൂ. ഇതിൻ്റെതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മിസ്സാകുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിനൊരു സ്പേസ്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പേഴ്സണൽ ലൈഫിനൊരു സമയം വേണം, അല്ലെങ്കിൽ വർക്ക് ലൈഫ്, അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പോകുന്നത് തന്നെ എല്ലാവരുടെയും ആഗ്രഹവും അതാണ്. അതിൻ്റെതായ പ്ലസ് ഉണ്ട്. പക്ഷേ നടക്കുന്നില്ലെങ്കിൽ നമ്മൾ ഒരു തരത്തിൽ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ലൈക്ക് ഞാൻ പറഞ്ഞു വന്നിരുന്നത് ഞങ്ങളുടെ ജനറേഷൻ അത് കുറച്ചുകൂടെ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആക്റ്റീവായിട്ട് അതിന് ഇവിടെ എഫേർട്ട് ഇടുന്നുണ്ട്. ആൻഡ് അത് റിസീവും ചെയ്യുന്നുണ്ട്. ഇപ്പം ഇവരുടെ ജനറേഷൻ അത് അത്ര ഇല്ലെങ്കിലും മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഇവർക്ക് ആ സ്പേസ് വേണം, ഇല്ലെങ്കിൽ ഒന്നൊരു ബ്രേക്ക് വേണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇവിടെ ഇതാണ്. അപ്പം അതുകൊണ്ട് ഇപ്പൊ അത് ഫിഗർ ഔട്ട് ചെയ്ത് പോകുന്നു. പക്ഷെ അതൊരു വർക്ക് ഇൻ പ്രോഗ്രസ് ആണെന്നേ ഞാൻ പറയുള്ളൂ. ശരിക്കും പുതിയ ജനറേഷൻ്റെ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു വലിയൊരു പ്ലസ് പോയിന്റ് അതാണ്. അവർക്ക് അവരുടെ പേഴ്സണൽ സ്പേസ് എടുത്തിട്ട് അവർക്ക് വർക്കിൻ്റെ ടൈം വേറെ, പേഴ്സണൽ ടൈം വേറെ, അതിനവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതൊരു വലിയ ഒരു പുതിയ ജനറേഷൻ എത്തിരി കുഴപ്പം എന്ത് പറഞ്ഞാലും അതിൻ്റെ ഒരു നല്ല കാര്യങ്ങൾ അതാണ്. ആ ഒരു അത് അതിന് മുമ്പുള്ള ജനറേഷന് അത്രയും എടുക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. അതൊരു നെഗറ്റീവാണ്. ഞാൻ അതിനകത്ത് കൗണ്ടർ പറയട്ടെ. ഇതെല്ലാം സിറ്റുവേഷൻസ് അനുസരിച്ച് മാറും. ഇവരിന്ന് ഈ ഫീൽഡിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള സിറ്റുവേഷൻ അല്ല ഞാൻ ഈ ഫീൽഡിൽ വരുമ്പോൾ. മനസ്സിലായോ? ഞാൻ ഈ ഫീൽഡിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ എനിക്കവിടെ ഇത് മാറ്റിവെച്ച് എൻ്റെ പേഴ്സണൽ ലൈഫിന് വേണ്ടി ചിലപ്പോൾ പ്രൊഫഷണൽ ലൈഫ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ബിൽഡ് ചെയ്തെടുത്തതാണ്. നമ്മളൊരു ലൈഫ് ബിൽഡ് ചെയ്ത് ഒരുവിധം ഒരു സെറ്റപ്പിൽ എത്തി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിന്ന് സ്വസ്ഥമായിട്ട് കളിക്കാൻ പറ്റും. ഇവർക്കൊരു പ്രോപ്പർ ഇതുണ്ട്. എന്നാലും അതിനൊരു കുറച്ച് ക്യാരക്ടറിൻ്റെ ഭാവം കൂടെ ഉണ്ട്. എങ്കിലും ഞാൻ ഈ സിനിമ ഫീൽഡിലേക്ക് വരുമ്പോൾ എനിക്ക് അങ്ങനെ ഒന്ന് കളിക്കാനുള്ള ഇതില്ല. കാരണം എൻ്റെ പേരൻസും ഞാനും ഒന്നും ഈ ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ്. കൃഷിക്കാരെ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ ആയിരുന്നു എൻ്റെ ഫാദർ. ഞാൻ തന്നെയാണ് ഈ എറണാകുളത്ത് വന്ന് താമസിച്ച് ഫാമിലി അവിടെയും ഇവിടെ ഇന്ന് ഈ ബന്ധങ്ങളുണ്ടാക്കി സെറ്റുകളിലൂടെ പോയി ആൾക്കാരെ മീറ്റ് ചെയ്ത് ഒരു സിനിമ ചെയ്ത് ഇപ്പം ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സിനിമ, അതിൻ്റെ പ്ലാനിങ്, അപ്പം ഇങ്ങനെ പോയി ഇങ്ങനെ അതിൻ്റെ ആ ഫ്ലോയിലങ്ങ് ആയിപ്പോയി. പിന്നെ അവിടുന്ന് ഒന്ന് റിലാക്സ് ചെയ്ത് തിരിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ
നമ്മൾ ഈ ഇപ്പം ചിലപ്പോൾ നമുക്കൊക്കെ പറയില്ല, നമുക്ക് ഒരു ക്രേവിങ് ഉണ്ട്. എനിക്ക് കഥ പറയുക, നല്ല നല്ല കഥകൾ കാണുമ്പോൾ, ചില കഥകൾ കാണുമ്പോൾ ഇത്, ചില സിനിമകൾ കാണുമ്പോൾ ഈ സിനിമ ഇങ്ങനെ എനിക്ക് ചിന്തിക്കാൻ പറ്റിയില്ലല്ലോ, ഇത് ആലോചനയായിട്ട് നടക്കും. ഇപ്പം ചിലരെന്നോട് കഥ പറയാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും, ഇപ്പം പറയില്ല, ഞാൻ ഒരെണ്ണം എഴുതിക്കൊണ്ടിരിക്കും. കാരണം വന്നിട്ട് ഒരാളൊരു കഥ പറഞ്ഞാൽ ആ കഥ ഇങ്ങനെയാണല്ലോ, ഇതിനകത്ത് എന്തൊക്കെ ചെയ്യാം, ഇങ്ങനെ ഞാൻ പോകും. ഞാൻ അതുകൊണ്ട് തന്നെ ഒത്തിരി ആബ്സെൻറ്റ് മൈൻഡ് ഇടയ്ക്കാണ്. അതെൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗത്തോടെയാണ്. പക്ഷെ ഇപ്പോൾ വേണമെങ്കിൽ എനിക്കൊരു സ്പേസ് എടുക്കാം. എനിക്ക് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ എന്ന് വേണേൽ പറയാം. പക്ഷെ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഇതിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് എനിക്കിപ്പോൾ കുറച്ചാൾ വീട്ടിൽ ഇരുന്നാൽ ചിലപ്പം ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊരു ഫീലിംഗ് വരും. അതാണ്. അപ്പോൾ ഈ ഡിപ്പെൻസ്, ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാറും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ലൈഫും ഇല്ലാതെ ഇതിനുള്ള സ്പേസ് കിട്ടാതെ ഓടുന്ന പുതിയ ജനറേഷൻ പിള്ളേർ എനിക്കറിയാം. അതുകൊണ്ട് അതില്ലാതെയൊന്നുമില്ല, സിറ്റുവേഷൻസ് ആണ് ഓരോ ഇതിൽ കൊണ്ടുവരുന്നത്. ഇപ്പം പറഞ്ഞൊരു സാധനം, ഇത് ഇപ്പം ഏതെങ്കിലും കഥ കേട്ട് കഴിഞ്ഞാൽ ഇത് ഞാൻ ചെയ്തിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഇത് നമുക്ക് ഈ ഐഡിയ വന്നില്ലല്ലോ എന്ന് തോന്നുന്നത് അടുത്ത കാലത്ത് എങ്ങനെ ഏതെങ്കിലും കണ്ടൊരു പടത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്, ഇതെനിക്ക് എന്തുകൊണ്ട് ചെയ്തില്ല, ഇത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ, എനിക്ക് ആ ഐഡിയ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയൊരു പടം ഏതായിരുന്നു? ഒത്തിരി സിനിമകളുണ്ട്. ഇപ്പോൾ എക്കോ, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ മഹേഷിൻ്റെ പ്രതികാരം, എനിക്ക് ഇങ്ങനത്തെ സിനിമകൾ ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ മറ്റേ കുമ്പളങ്ങി നൈറ്റ്സ്, ഇങ്ങനത്തെ പടങ്ങൾ, അങ്ങനത്തെ ഇതുപോലെ വേറെ ഒത്തിരി ഈയിടെ ഇറങ്ങിയ കുറേ സിനിമകളുണ്ട്. ഞാനത് ചോദിച്ചത് എന്ത് രസമായിട്ട് അവരത് കഥ, അത് ഒരു ചെറിയ ചിലപ്പോൾ ഒരു ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു ചെറിയ കണ്ടന്റിൽ നിന്ന് അവരൊരു സിനിമ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് അത് ഭയങ്കര. മറ്റേ ഇത് ഭരതനാട്യം, മോഹിനിയാട്ടം എന്നൊക്കെ പറയുന്ന സിനിമകൾ, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും. എനിക്ക് അതായത് ഹ്യൂമർ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് അതിൻ്റെ കണ്ടന്റ്, ഇച്ചിരി ഉള്ളൂ. അതിൽ നിന്നൊരു സിനിമ ഉണ്ടാക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഇപ്പോൾ ഒരു ത്രില്ലറും ആക്ഷൻ സിനിമയൊക്കെ ചെയ്യാൻ അത്രയും ബുദ്ധിമുട്ടില്ല. മറ്റൊരു ഹ്യൂമർ സിനിമ ഒന്നുമില്ലാത്തൊരു ചെറിയ ഒരു വൺ ലൈൻ അത് വെച്ചൊക്കെയായിരുന്നു തുടങ്ങുന്നത്. അത് അത്രയും രസകരമായിട്ട് പിടിച്ചെടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. ഞാൻ പണ്ട് മമ്മി ആൻഡ് മീ എന്ന് പറഞ്ഞ സിനിമ ചെയ്തിരുന്നു. ഇന്നും എനിക്കതൊരു പ്രിയപ്പെട്ടതെന്ന് പറയുന്നതിൻ്റെ കാര്യം അത് റിയൽ ലൈഫിൽ നിന്ന് എടുത്ത് അത് ഡെവലപ്പ് ചെയ്ത് എടുത്ത ആ കാലത്ത് ഭയങ്കരമായിട്ടും ഒരു വലിയ ആർട്ടിസ്റ്റ് ഇല്ലേ പോലും എനിക്കൊരു ഹിറ്റ് കിട്ടിയ ഒരു സിനിമ, എൻ്റെ ലൈഫിൻ്റെ ഒരു കരിയറിൽ ടേണിംഗ് പോയിന്റ് ആയിരുന്നു ആ സിനിമ. ഈ ത്രില്ലർ കോമഡി പടങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാൾ, ഇദ്ദേഹം എഴുതുന്നതിൽ കോമഡിയിലോട്ടാണോ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം, അതോ ത്രില്ലർ മൂഡിലുള്ള പടങ്ങൾക്കാണോ? നിങ്ങളൊരു പേഴ്സണൽ ഫേവറേറ്റ് വരിക കിടക്കുന്ന ഏത് സോണിൽ? ജിത്തു ജോസഫ് എഴുതുമ്പോൾ ഈ സോണിൽ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നു എന്ന് തോന്നുന്നു. എനിക്ക് മെമ്മറീസ് ആണ് ഡാഡിയുടെ ഏറ്റവും ഫേവറേറ്റ് വർക്ക്. അത് ഇപ്പോൾ ത്രില്ലർ ആയതുകൊണ്ട് അങ്ങനെയൊന്നല്ല, പക്ഷെ എന്തോ പിന്നെ ദൃശ്യം അത് രണ്ടും എന്തോ എഴുതിയപ്പോൾ ഒരു വേറൊരു സാധനം ഉണ്ടായിരുന്നു. കോമഡി എനിക്ക് എഴുത്തിനൊക്കെ കൂടുതൽ അത് കണ്ടുവരുമ്പോഴാണ് അത് കുറച്ചുകൂടെ അതെനിക്കൊന്ന് സ്ക്രീനിൽ വന്നിട്ട്, കാരണം നമ്മൾ എഴുതിയത് കൊണ്ടും ഇപ്പം ഒരു ത്രില്ലറും ആക്ഷനും ഒക്കെ ഷോർട്ട് വൈസും മ്യൂസിക്കും ഇട്ട് വരട്ടിയും ഒക്കെ നമുക്ക് ആ സിനിമയെ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് വരാം. കോമഡിക്ക് അത് പറ്റത്തില്ല. പേപ്പർ എഴുതിയൊന്നും കാര്യമില്ല, ടൈമിങ് വേണം, നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ അറിയാവുന്ന ആളായിരിക്കണം. പെർഫോമൻസ് മാറ്റേഴ്സ്. അതായത് കട്ടയ്ക്ക് ഇടയ്ക്ക് നിൽക്കും, മറ്റേടത്ത് നമുക്ക് മാനേജബിൾ നേരിട്ട് പെർഫോമൻസ് വേണ്ടെന്നല്ല, പക്ഷെ കോമഡിയാണ് ഏറ്റവും ബുദ്ധിമുട്ട്. മാമിന് വർക്ക് ചെയ്യുമ്പോഴും ഏത് ടൈപ്പ് ഓഫ് മൂവീസിൽ ഭാഗമാകാനാണ് കൂടുതൽ താല്പര്യം? എനിക്ക് കുറച്ചുകൂടെ സോങ്സ് ഒക്കെ ഉള്ള ഒരു കുറച്ച് കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ഇടാൻ പറ്റുന്ന സോങ്സ് ഒക്കെ ഉള്ള ഒരു, ഇപ്പം പ്രേമലു പോലെയോ അല്ലെങ്കിൽ ബദ്ലഹേം കുടുംബ യൂണിറ്റ് പോലെ അങ്ങനത്തെയൊക്കെ ഉള്ള സിനിമകളുണ്ടല്ലോ. അങ്ങനത്തെ ഒരു സിനിമ ചെയ്യണം എന്നാണ് ആഗ്രഹം. സാറത് പരിഗണിക്കുന്നുണ്ടാ അങ്ങനത്തെ ഫുൾ ഓൺ ഒരു ജെൻസി വൈബ് റോം കോം പടം ചെയ്താലോന്ന്? സ്ക്രിപ്റ്റ് വേണ്ടേ? ഒരാളിപ്പോ സ്ക്രിപ്റ്റ് ആയിട്ട് ഉറപ്പായിട്ടും എന്റെ അടുത്ത് മുഴുവൻ കൊണ്ട് ത്രില്ലർ ഉണ്ട് ആൾക്കാർ വരുന്നത്. എനിക്ക് ത്രില്ലർ വേണ്ട, എനിക്ക് അല്ലാത്ത സിനിമകൾ ഇത് ചെയ്യാനറിയാം. ഞാനിടയ്ക്ക് നുണക്കുഴി സിനിമ ചെയ്തതെന്ന് വെച്ചാൽ കൃഷ്ണകുമാർ വന്നത് നെഗറ്റീവ്, എനിക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷെ കുറെ ആൾക്കാർ പ്രശ്നം വെച്ചാൽ കുറെ ആൾക്കാർ ദൃശ്യം ചെയ്ത ആള് ഇങ്ങനത്തെ സിനിമ എന്തിനാ ചെയ്ത് അങ്ങനെയൊക്കെ ചിന്തിക്കുക. ഞാൻ മൈൻഡ് ചെയ്യാറുമില്ല. എനിക്ക് അങ്ങനത്തെ സിനിമകളൊക്കെ നല്ല കഥകളൊക്കെ കൊണ്ടുവന്ന തീർച്ചയായിട്ടും ഞാൻ അത് ചെയ്യും. എനിക്ക് കോസ്റ്റ്യൂം ചെയ്യുന്നതിന് കൊണ്ടാണ് ആ സിനിമകളുടെ പേര് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം എക്കോ എനിക്ക് ഭയങ്കര റീസെൻ്റ് ആയിട്ട് കണ്ടതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഇപ്പോൾ ജിത്തുവിൻ്റെ ആണെങ്കിൽ മെമ്മറീസ് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്, ലൈഫ് ഓഫ് ജോസൂട്ടി ഇഷ്ടപ്പെട്ടതാണ്. ആ സിനിമയൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനത്തെ സിനിമ ഏത് ഇതാണെങ്കിലും എനിക്ക് സിനിമകൾ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു ഡിസൈനർക്ക് കുറച്ചുകൂടെ വർക്ക് ചെയ്യാൻ, കാരണം ജിത്തുവിൻ്റെ സിനിമകളെല്ലാം കൂടുതലും ജിത്തു ചെയ്യുന്ന ത്രില്ലേഴ്സ് ആയതുകൊണ്ട് ഒന്നെങ്കിൽ പോലീസ് അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരിക്കും കൂടുതൽ. അപ്പം
അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഇപ്പം പ്രേമലു അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകളിൽ നമുക്ക് കുറച്ചുകൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. സ്കോപ്പ് ഉണ്ടെന്ന് ഇത് ഇപ്പം ജിത്തു ജോസഫിൻ്റെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അല്ലെങ്കിൽ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഫാമിലി എന്ന് പറയുന്നത് അതിനകത്തൊരു കോർ എലമെൻ്റായിട്ട് നിൽക്കുന്ന സാധനമാണ്. അപ്പോൾ ഈ ഫാമിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഭയങ്കര രസമാണ്. അവർ തമ്മിൽ പരസ്പരമുള്ള സംഭാഷണങ്ങൾ സാധനങ്ങൾ ഇപ്പം ജോർജ് കുട്ടി ആവട്ടെ അല്ലെങ്കിൽ ബാക്കി ഏത് ഒരു സഹോദരനും തമ്മിലാവട്ടെ അല്ലെങ്കിൽ ഒരു അമ്മയും മോനുമായിട്ടുള്ളതാവട്ടെ ആ സംഭാഷണങ്ങൾ ഭയങ്കര രസമാണ്. ഇപ്പം മൈബോസിലെ അച്ഛനും മോനുമായിട്ടുള്ള സംസാരിക്കുന്ന രംഗങ്ങളൊക്കെ ആയിട്ട് ഈ കോൺവെർസേഷൻസ് എങ്ങനെയാണ് കിട്ടുന്നത്? റിയൽ ലൈഫിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു രീതിയിൽ നിന്നാണോ അത് ബിൽഡ് ചെയ്തിരുന്നത്? കാരണം അതിനൊരു താളമുണ്ട്. റിയൽ ലൈഫ് എപ്പോഴും ഞാനിപ്പോൾ എൻ്റെ വീട്, പിന്നെ നമുക്കിപ്പോൾ എത്രയോ ഫാമിലീസിനെ അറിയാം. നമ്മളെവിടെയൊക്കെ പോകുന്നു. എനിക്ക് സഹോദരങ്ങളുണ്ട്, എനിക്ക് സുഹൃത്തുക്കളുണ്ട്. അവർ പറയുന്ന കഥകൾ, അവരുടെ വീട്ടിൽ നടന്ന സംഭവങ്ങൾ, അവിടെ നമ്മൾ ലൈവായിട്ട് കാണുന്ന സംഭവങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഇവർ തമ്മിലുള്ള അച്ഛനും മകനും തമ്മിൽ സംസാരിക്കുന്നതും ഇത് ഇപ്പം മൈബോസിനകത്തൊക്കെ എന്ന് പറയുന്നത് അതിനകത്ത് സായി ഏട്ടനും ദിലീപിൻ്റെയും ചെയ്ത ആ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അത് ഒരുപക്ഷെ എൻ്റെ ഫാദറും ഞാനുമാണ് ഒരു പരിധി വരെ. ചില കാര്യങ്ങൾ ഫാദർ MLA ആയിരുന്നു. നാട്ടിലുള്ള കല്യാണവും മരിച്ചടക്കും വന്നിട്ട് വിളിക്കും. ഇതെല്ലാം കൂടി ഇച്ചാച്ചന് പോകാൻ പറ്റത്തില്ല. ഇച്ചാച്ചൻ തന്നെ ഞാൻ വിളിക്കുന്നത്. എൻ്റെ ഇച്ചാച്ചന് ഓടിയെത്താൻ പറ്റത്തില്ല. അപ്പോൾ എന്നോട് വന്നിട്ട് പറയും, എടാ നീ ആ കല്യാണത്തിന്. അപ്പം ഞാനെന്തിനാ അവിടെ പോയി? എനിക്ക് അവിടെ ആരെങ്കിലും പരിചയമൊന്നുമില്ല. പിന്നെ ഞാൻ എന്തിനാ പോകുന്നത്? ഇത് തന്നെ ദിലീപ് പറയുന്നുണ്ട്, എന്നെ വിളിക്കാത്ത കല്യാണത്തിന് ഞാൻ പോയിട്ട് കാണിക്കണം എന്നൊക്കെ ചോദിക്കും. അപ്പം എൻ്റെ ഒരു മാനസികാവസ്ഥയുണ്ട്. അത് ഞാൻ ദിലീപിൻ്റെ ക്യാരക്ടർ മനുവിന് കൊടുത്തത്. അതുപോലെ തന്നെ പക്ഷെ അങ്ങനെ ഞങ്ങൾ ഒരു ഡയലോഗ് ഒന്നും ഉണ്ടായില്ലെങ്കിലും എനിക്ക് പണ്ടത് ഉണ്ടായിരുന്നു. പുറത്ത് വിദേശത്തൊക്കെ അവർ ഭയങ്കര സുഖിച്ച് ജീവിക്കുന്ന നമ്മുടെ ചെറുപ്പത്തിൽ ഭയങ്കര അവിടുത്തെ സ്റ്റൈലൊക്കെ കാണുമ്പോൾ പിന്നീട് എപ്പോഴും ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ എൻ്റെ മദർ പറഞ്ഞു, എടാ അവിടെയും കഷ്ടപ്പാടും ആൾക്കാർ ഓടി നടന്ന് ജോലി ചെയ്ത് അധ്വാനിച്ച് ആണല്ലേ, അപ്പം പിന്നെ എങ്ങനെയൊക്കെ ചെയ്തു. അതിനെ ഞാൻ ഇവിടെ ഈ ക്യാരക്ടറിനെ അമ്മച്ചി പറഞ്ഞ ഡയലോഗ് ഞാൻ ഇവിടുത്തെ ഫാദർ ക്യാരക്ടറിനോട്. അങ്ങനെ നമ്മൾ ഈ റിയൽ ലൈഫ് അതിൻ്റെ രീതികളൊക്കെ ചിലപ്പോൾ മാറ്റും. അല്ല രീതി എന്ന് വെച്ചാൽ പറയുന്ന ആൾക്കാർ വ്യക്തികൾ അതൊക്കെ മാറ്റും. എന്നിട്ട് അതിനെ ഇത് ചെയ്യും. അപ്പം എപ്പോഴും നമ്മുടെ ഇതിനകത്ത് ദൃശ്യം 3-ക്കകത്ത് ഈ പറഞ്ഞ പോലെ എൻ്റെ ഫാദർ എപ്പോഴും ചെയ്യുന്നതാണ് ഇങ്ങനെ മീശ ചെയ്യാനായിട്ട് ഈ ഡൈനിങ് റൂമിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടെ ഡിസ്കഷൻ കല്യാണത്തിന് മുമ്പുള്ള. അത് ഞങ്ങളുടെയൊക്കെ വീട്ടിലും 4-5 കല്യാണം നടന്നതാണ്. സ്വർണ്ണം ഇവിടുന്ന് എടുക്കണം, അവിടെ എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു സിസ്റ്ററേ ഉള്ളൂ. എൻ്റെ ചാച്ചൻ്റെ പെറ്റാണ് എൻ്റെ സിസ്റ്റർ. അപ്പോൾ എന്തെങ്കിലും മിനി ചേച്ചി പറഞ്ഞാൽ അതിനകത്ത് അപ്പീലില്ല. അവിടെ അമ്മച്ചിക്ക് പോലും ഇതില്ല. അപ്പോൾ അതിൻ്റെ ഇതിനകത്ത് ഞാൻ ചെയ്തത് ഇതിനകത്തൊരു കാറിനോട് ഉണ്ട്. മൂത്ത മോളെ ഒരു പ്രശ്നമാണെന്ന്. അപ്പോൾ എന്തിനാ ഇപ്പം അങ്ങോട്ട് പോകണം എങ്ങനെയാന്ന് പറഞ്ഞു. അല്ല മോളെ ഇന്ന 5 രൂപ പറഞ്ഞതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും വിട്ടുകൊടുത്തു. ഇതൊക്കെ എൻ്റെ വീടുകളിലും വേറെ സ്ഥലം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ ഒരു ക്യാരക്ടർ ഇളയവള് വന്നിട്ട് കുറച്ച് ജെൻസ് ചെയ്ത് ഇതിനെ കുറ്റം പറയുന്നു. എന്താ പറയുക, ഡവറിയുടെ കാര്യത്തിൽ പറയുന്നു. ഇവർ രണ്ടുപേരും ഒക്കെ ഓരോന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ ചിന്താഗതികളെ ഇവർ ഭയങ്കരമായിട്ട് എതിർക്കും. അങ്ങനെ പറയാൻ പാടില്ല. ഇപ്പോൾ പണ്ട് എപ്പോഴോ ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതൊരു നീഗ്രോ ആയിരുന്നു. പെട്ടെന്ന് ഇവർ രണ്ടുപേരും ചോദിച്ചു, അങ്ങനെ പറയാൻ പാടില്ല, ആഫ്രിക്കൻ അമേരിക്കൻ. ഓക്കെ, പക്ഷെ നമ്മളറിയാതെ പറഞ്ഞു പോകും. നമ്മൾ ഈ വിഷയം നമ്മൾ വേറൊരു അർത്ഥത്തിലല്ല പറഞ്ഞത്. അപ്പോൾ ഇവരിൽ നിന്ന് നമ്മളും പഠിക്കുകയാണ്. ഇതൊക്കെ നമ്മളും കാണുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ പ്ലേസ് ചെയ്യും. ഇതാണ് ശരിക്കും. ഇപ്പം ആ പെർട്ടിക്കുലർ സീൻ പറഞ്ഞോണ്ടാ ഈ ദൃശ്യം സീരീസ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പം മൈബോസ് എടുത്താലും ശരി, ഈ സംസാരം നമ്മൾ സാധാരണ പറയുന്നത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷേ മലയാളികൾ എന്ന് പറഞ്ഞാൽ എല്ലാ സംസാരവും നടക്കുക ഭൂരിഭാഗം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു തീമേശയുടെ ചുറ്റും ഇരുന്നിട്ടായിരിക്കും ഇതെല്ലാം വരിക. സാറിൻ്റെ പടത്തിൽ അത് കാണാം. ഇങ്ങനെ ആളുകൾ ഭയങ്കര ഓപ്പണായിട്ട് സംസാരിക്കും. പല പ്രശ്നങ്ങളുണ്ടാവും. ചില എന്താ പറയുക ഒരു കുശുമ്പ് സാധനങ്ങൾ അല്ലെങ്കിൽ ചൊറിയണ ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കുക അവിടെ വെച്ചിട്ടായിരിക്കും. ഈ മൈബോസിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ ഒരു നറേറ്റീവ് ടൂളായിട്ട് അങ്ങനൊരു സെറ്റപ്പ്, ഒരു ഡൈനിങ് ടേബിൾ എന്നുള്ളൊരു പരിപാടി ആലോചിച്ച് ഇത് എപ്പോഴായിരുന്നു? അല്ല, ഇപ്പം നമ്മളെപ്പോഴും ആലോചിക്കും നമ്മുടെ ഒരു നമ്മൾ വീട്ടിൽ ഉള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ എത്ര പേര് ഇതേപോലെ ലിവിങ് റൂമിൽ വന്നിരുന്ന് കസേരയിൽ ഫേസ് ടു ഫേസ് ഇരുന്നിട്ട് പറയൂ? ഇല്ല. ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ അടുക്കളയിൽ ഭാര്യ എപ്പോൾ ഉണ്ടാക്കുമ്പോൾ അവിടെ ചെന്ന് ദൃശ്യത്തിനകത്ത് തന്നെ ഉണ്ടല്ലോ, അവിടെ തേങ്ങ വെച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളി രാവിലെ വന്നിരുന്ന് കാപ്പി എഴുതിട്ട് പുള്ളിയുടെ പറയുന്നത് തന്നെ, ആ മമ്മൂട്ടിപ്പടം റിലീസായില്ല, മാറ്റി വെച്ചു, അത് കാരണമായ പ്രശ്നം പറഞ്ഞാൽ അവിടുന്ന് അടുത്ത കൗണ്ടർ. ഇതൊക്കെ എല്ലാ വീടുകളും ഒന്നെങ്കിൽ ആ പുറത്തെ ചായപ്പോ അല്ലെങ്കിൽ വരാന്തയോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും ഇരിക്കുന്ന പൊസിഷൻ ഒക്കെ ആണേലും. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ടും ഈ വിഷ്വലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് പ്ലാൻ ചെയ്തത്. പക്ഷെ ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു സമയം, എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുക എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. ഇപ്പം നമ്മുടെ ഒന്നും വീടുകളിൽ പതിയില്ല, എല്ലാവരും ഓരോ വഴിക്കൊക്കെ ആയിരിക്കും. പക്ഷെ ഒരു സമയത്തുണ്ടായിരുന്നു എല്ലാവരും ഒന്നിച്ചിരുന്ന്
കഴിക്കുകയും കാര്യങ്ങളുള്ള. അപ്പോൾ ആ സമയത്ത് ഒത്തിരി ഡിസ്കഷൻസ് നടക്കും, പല ആവശ്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്, പിള്ളേരുടെ ആവശ്യങ്ങൾ പറയുന്നത്, ചിലപ്പോൾ ചില കാര്യങ്ങൾ, പിന്നെ ഭയങ്കരമായ ഉപദേശങ്ങൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സമയമാണ്. അപ്പം അതൊരു ഗ്യാതറിങ് ആണ് ആക്ച്വലി. അവിടെ ഒത്തിരി ടോപ്പിക്സ് വരാം. അതിപ്പോഴും ഡൈനിങ് ടേബിൾ അതിനൊരു പറ്റിയ കാരണം അവരെ എല്ലാവരും ഒരുമിച്ചിരുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഒന്നുകൂടിയിരിക്കുകയാണ്. ഇത് പക്ഷേ ഒരു അമ്മയും മകളുമാണ് വേണേ അത് നമുക്ക് എടുത്ത് കിച്ചണിൽ പ്ലേസ് ചെയ്യാം. അമ്മ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ അടുത്ത് വന്നിരുന്ന് ഹെൽപ്പ് ചെയ്യുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഒരു കോൺവെർസേഷൻ. അത് ആ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മളത് ഇപ്പം ഈ മൊമെന്റിൽ നിങ്ങളെ ഒക്കെ എക്സൈറ്റഡ് ആയിട്ട് നിർത്തുന്ന ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. അറ്റ് ദിസ് മൊമെന്റ് ലൈഫിൽ എന്താ എക്സൈറ്റഡ്? ഓക്കെ, അങ്ങനെ ഒരു ചോദ്യം ഞാൻ പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല, ഞാൻ കുറച്ചായിട്ട് ഇതാണ്. ഇപ്പം ഞങ്ങളുടെ ഒരു കരിയർ ബിഗിനിങ് ആയതുകൊണ്ട് ഒബ്വിയസ്ലി എനിക്ക് ഇനിയിപ്പം അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ഗ്രോ അപ്പ് ചെയ്തപ്പം സിനിമ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ നല്ല കഥകൾ പറയുക, സ്റ്റോറി ടെല്ലിങ്, ആ ഒരു വേർഡാണ് എപ്പോഴും വരുന്നത്. അപ്പോൾ കുറേ ഇൻട്രസ്റ്റിംഗ് കഥകൾ പറയാൻ പറ്റണേ എന്നുള്ളൊരു സാധനമാണ് ഇപ്പം എക്സൈറ്റിംഗ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ മാമിനോ, ഈ പറഞ്ഞ പാട്ടും ഒക്കെയുള്ള ഒരു ജീത്തു ജോസഫ് പടത്തിൻ്റെ അല്ലെങ്കിൽ വേറൊരു പടത്തിൻ്റെ ഭാഗമാകണം എന്ന് തന്നെയാണോ, അതോ ഇതിലും വലിയ ബിഗർ ഡ്രീംസ്? അല്ല, അങ്ങനെ പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എന്ത് പറയണത്, അങ്ങനെ അതൊരു വല്ലാത്ത ക്വസ്റ്റ്യൻ ആയിപ്പോയി. എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു മൊമെന്റ് എന്താണ് എനിക്കിങ്ങനെ പറയാൻ അറിയത്തില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള സിനിമകൾ ചെയ്യാൻ ആഗ്രഹമുള്ള രീതിയിൽ ചെയ്യാൻ പറ്റണം. ലൈഫിൽ ഇത്രയും വർഷവും ഡെയിലി എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നൊരു ഇതുണ്ട്. അത് പക്ഷെ വേറെ ലെവലിലേക്കാണ് ഞാൻ പറയുന്നത്. പക്ഷെ അത് അങ്ങനെ ചിന്തിക്കണ്ട. അത് നമ്മുടെ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റിൽ ഐ എം സ്റ്റേയിങ് ഹെൽത്തി. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. ഇത്രയും വർഷം ഇങ്ങനെ പോകുമ്പോഴും എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ അത് വേറെ തലത്തിൽ. ഇപ്പം നമ്മളൊരു വേറെ രീതിയിൽ ചിന്തിക്കുക, സ്വപ്നങ്ങളുടെയോ അല്ലെങ്കിൽ വേറെ ഇഷ്ടങ്ങളുടെയോ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ വേറൊരു ഭയങ്കര എക്സൈറ്റ്മെന്റിൽ നിൽക്കുക. അത് നടത്താൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. ലൈഫ് ഓഫ് ജോസൂട്ടിക്ക് ന്യൂസിലൻഡ് പോയപ്പോൾ അന്ന് തൊട്ടെൻ്റെ മനസ്സിലുള്ള ആഗ്രഹമാണ്. ഇപ്പോഴത് ഇന്ത്യയിൽ വന്നു തുടങ്ങിയിരിക്കുന്നത്. ഞാനൊരു ക്യാമ്പർ വാൻ ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ. ഒരു ക്യാമ്പർ വാൻ, അതായത് ഒരു 4 പേർക്ക് ട്രാവൽ ചെയ്ത് 4 പേർക്ക് അതിൽ കിടന്നുറങ്ങി അതിനകത്ത് പുറത്തൊക്കെ വെച്ച് കുക്ക് ചെയ്തും അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമ്പർ വാൻ. ഒത്തിരി ഓവർ സൈസ്ഡും ആകരുത്, ഇത് ചെയ്ത് ഞാനതിന് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് കുറേ നാൾ, ഇപ്പോൾ ഈയിടെയായിട്ട് അത് എനിക്ക് ഭ്രാന്ത് കയറിയിരിക്കുക. ഞാനിപ്പോൾ യൂട്യൂബ് മുഴുവൻ ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നത്, പല ടൈപ്പ് ഡിസൈൻസ്. നടക്കുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലും നടത്തിയെടുക്കാൻ ശ്രമിക്കും. എന്നിട്ട് എപ്പോഴും ഒരു തവണയെങ്കിലും എവിടെയെങ്കിലും പോയി. അതുപോലെ തന്നെ ഇപ്പം ഈ നമ്മളില്ലേ ഈ ചെറിയ ഇതില്ലേ എന്താ പറയുക, ടെൻറ്റ്, ഈ ചിലൊരു ടെൻറ്റ് ലൈഫ് കാണിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ തന്നെ പോകാൻ എനിക്ക് പറ്റത്തില്ല. അല്ല, എനിക്ക് ആരോടെങ്കിലും ഒക്കെ വർത്താനം പറഞ്ഞും അങ്ങനെയൊക്കെയാണ് താല്പര്യം. അപ്പോൾ ഒന്നെങ്കിൽ ഫ്രണ്ട്സോ അല്ലെ ഫാമിലിയോ. പക്ഷേ ഇന്ത്യയിലൊരു സേഫ്റ്റിയുടെ പ്രശ്നം ഉണ്ടെന്ന് എല്ലാവരും പറയുന്നു. അല്ലെങ്കിൽ പുറത്ത് പോയിട്ടാണെങ്കിലും ഞാൻ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യും. കാരണം ഞാൻ ന്യൂസിലൻഡിൽ ചെന്നപ്പോൾ അവിടെ ക്യാമ്പർ വാൻസും അങ്ങനത്തെ ടെൻറ്റ് അടിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, വിത്ത് ഇലക്ട്രിസിറ്റി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതും അല്ലാത്തതുമായിട്ട്. അവിടത്തേക്ക് ഞാൻ രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഒരു കണ്ണിങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഒരു ലേക്കാണ് കാണുന്നെങ്കിൽ, ഒരു മൗണ്ടൻ മിസ്റ്റ്, അങ്ങനത്തെയൊക്കെ ഒരു മൂഡിൽ പോയി കിടന്നുറങ്ങാൻ പറ്റുക എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് ഒരു സാധനം ഉണ്ടാക്കണം. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അത് ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമില്ല, പക്ഷേ ഇത് പ്രാക്ടിക്കലി ചെയ്തെടുക്കാൻ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതാണ് അതിനകത്തെ ബുദ്ധിമുട്ട്. അത് പറഞ്ഞ സാഹചര്യം കുറേ കാര്യങ്ങൾ ഒത്തു വരാനുണ്ട്. അപ്പം എന്നെ ഇപ്പം ഇങ്ങനെ സിനിമ അതൊരു സൈഡിൽ കൂടെ കണ്ട് ഞാൻ ഇതിന് ആഗ്രഹങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എനിക്കിതുവരായിട്ട് ചെയ്യാൻ പറ്റാത്തതും ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. എല്ലാവരും തിരക്കഥയായിട്ട് ത്രില്ലർ സിനിമയായിട്ട് പുറകെ നടക്കുന്ന ജീത്തു ജോസഫിന് ഒന്ന് എല്ലാത്തിൽ നിന്ന് ഒരു ചെറിയ ഇതെടുത്തിട്ട്, പക്ഷെ അവിടെ പോയി ഞാൻ എഴുതും, അത് വേറെ കാര്യം. കാരണം ഞാൻ ഈയിടെ ഒരു യൂറോപ്യൻ ട്രിപ്പ് നടത്തിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയപ്പം എല്ലാ ദിവസവും റോമും അവിടെയും പീസ എന്ന് പറഞ്ഞ സ്ഥലം അങ്ങനെ എവിടെയൊക്കെ പോയപ്പോൾ പാരീസിലും എല്ലാം പോയപ്പോൾ ഹോട്ടലിൽ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് അവിടെ ഈ പറഞ്ഞ ഇതിൽ പോയിരുന്നിട്ട് എഴുതുമായിരുന്നു ലോബിയിൽ. കാരണം അവരൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ ഇതാവും, പക്ഷെ അതെന്റെ കൂടെ ഉണ്ടാവും. ആ മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത് കാരണം എന്നറിയോ, ഞാൻ ഈ ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ സബ്ജക്ട്സും ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിച്ച് നടക്കുന്നത്. അപ്പോൾ ഒരു സാധനം ഒരു ഡെവലപ്പ് ചെയ്തൊരു ഫോമിൽ ദൃശ്യം 3 ഈ ട്രിപ്പിലാണ് എഴുതുന്നത്, ഫ്ലൈറ്റിലും ഒക്കെ ഇരുന്ന് എഴുതുന്നത്. പക്ഷെ ഞാനത് എൻജോയ് ചെയ്യുന്നു. രാവിലെ ഞാൻ ബേസിക്കലി ആയ മോർണിംഗ് പേഴ്സൺ. അപ്പോൾ ആ രാവിലെ പ്രത്യേകിച്ച് എങ്ങും പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ആ രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന് തന്നെ 4 മണിയൊക്കെ എഴുന്നേറ്റിട്ട് ഇപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിന് വരുന്നതിനൊരു 3 മണിക്കൂർ മുമ്പ് വരെ ഞാനിരുന്ന് എഴുതുമായിരുന്നു.
അത് ഞാൻ എൻജോയ് ചെയ്യുന്നതാണ്. പക്ഷെ ചില ദിവസം ഒന്നും ഉണ്ടാവില്ല, ചുമ്മാ ഇങ്ങനെ ഇരിപ്പായിരിക്കും പാട്ടും കേട്ട്, അത് മുറിക്കാതെ. അപ്പോൾ പുറത്ത് പോയാലും ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇരുന്നാൽ ചിലപ്പോൾ നമുക്ക് നല്ലൊരു തോട്ട്സ് വരാം. എനിക്ക് അതും ഒന്ന് എക്സ്പ്ലോർ ചെയ്താക്കൊള്ളാം. ഒരു ലാപ്ടോപ്പ് ഒക്കെ ആയിട്ട് അങ്ങനെയുള്ള സ്ഥലത്ത് പോയി ആരുമില്ല, അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാം. പക്ഷെ കുക്കിംഗ് മാത്രം ഒരു പ്രശ്നം. തന്നെത്താനൊന്നും ഉണ്ടാക്കാൻ അറിയാൻ മേല. ഒരു മുട്ട പൊരിക്കാൻ താല്പര്യമില്ല, ആരെങ്കിലും ഉണ്ടാക്കി തരണം, അതാണ് ഒരു പ്രശ്നം. ഇല്ല, ആ കാര്യത്തിൽ പറഞ്ഞിട്ടില്ലേ തന്നെ കുക്ക് ചെയ്ത് അതൊന്ന് പഠിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല? ഞങ്ങളുടെ അടുത്തോ? അല്ല, സാറിന്റെ അടുത്ത് ഓ, അത് പഠിച്ചെടുക്കാൻ പാടാണ്. അല്ല, അതൊക്കെ എന്തോ ഒരു പറയും, കേൾക്കത്തൊന്നുമില്ല. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കാം, അതാണ്. അപ്പൊ ഡാഡി അങ്ങനെ തന്നെ പറയത്തുള്ളൂ. ഡാഡിയുടെ ഒരു പെർസ്പെക്റ്റീവ് പറയും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ എടുക്കത്തുള്ളൂ. അത് തന്നെ അവിടെ. അതിപ്പോ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ കെറ്റീനോട് ഇവരൊക്കെ പറയുന്നുണ്ട്, ഇത് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയും. ഇവര് മനസ്സിൽ ഇയാൾ പോണാവെന്ന് പറഞ്ഞിട്ട് അവരവരുടെ വഴിക്കാൻ പോകുന്നത്. അത് പക്ഷെ അത് അവരുടെ ചോയ്സ് ആണ്. പക്ഷെ പറയേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. നാളെ പറഞ്ഞില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു. അത് ഞങ്ങൾ രണ്ടുപേരും അതെ, ഞാൻ പറഞ്ഞാണ്. അവര് പിന്നെ നമ്മളെ പറയാനുള്ളത് ഇങ്ങനെയാണ്, നിങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ പോകുന്നത് ശരി, അതല്ല കറക്റ്റ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് എല്ലാം രണ്ടുപേരും പിന്നെ കേൾക്കും. പക്ഷെ അവര് തീരുമാനിച്ചേ അവർ ചെയ്യുള്ളൂ. പക്ഷേ എവിടെയെങ്കിലും ഇപ്പം ഇങ്ങനെ ഈ പറയുന്നതിൻ്റെ ഇപ്പം നമ്മളോടാണെങ്കിലും പണ്ട് നമ്മളോട് പേരൻസ് പറഞ്ഞത് നമ്മളെല്ലാം കേട്ടിട്ടില്ലെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് ചില കാര്യങ്ങൾ അതാണോ കറക്റ്റ്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് അത് തോന്നും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഇവരെല്ലാം ചെയ്യുമായിട്ടില്ല, നമ്മൾ പിന്നെയും പറയും. അവസാനം എല്ലാ പ്രാവശ്യം പറയുമ്പോഴും ഞാൻ അവസാനിപ്പിക്കുന്നത് ദിസ് ഇസ് ലാസ്റ്റ്, ഇനി ഞാൻ പറയത്തില്ല, ഇത് ഞാൻ നിങ്ങളോട് ലാസ്റ്റ് ആയിട്ട് പറയുന്ന അഡ്വൈസ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ എന്നും നിർത്തുന്നത്. എന്നിട്ട് ഒരു 10 ദിവസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും തുടങ്ങും. ഇത് തന്നെ എൻ്റെ അമ്മച്ചി പറയായിരുന്നു, ഞാൻ കോലടിച്ചിട്ടു ഇനി ഞാൻ പറയാലെന്ന്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കോലും മുറി കൂടും, എന്നിട്ട് വീണ്ടും ഓടിക്കും. ഇതൊക്കെ ഇതിനകത്തുള്ള. ഇപ്പൊ ഈയിടെ തന്നെ ഇവര് കുറെ നാളായിട്ട് ഇവർ രണ്ടുപേരും കെറ്റീന പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ഫാമിലിക്കകത്താണ് ബിസിനസ് നടക്കുന്നത്. അതുകൊണ്ട് ഇവര് രണ്ടുപേരും ഇങ്ങനെ എപ്പോഴും രാവിലെ 6 മണിക്ക് കൊട്ടിയിട്ട് മറ്റേ കാര്യം എന്തായി, ടാക്സിന്റെ കാര്യം എന്തായി. ഡാഡി 4 മണിക്ക് എണീറ്റ് എഴുതി കഴിയുമ്പോൾ ഡാഡിക്ക് എല്ലാവരുടെയും 10 മണിയാണ്. പക്ഷെ ഞങ്ങൾക്ക് 6 മണി എണീറ്റിട്ട് പോലും ഇല്ല, എണീക്കുന്ന സമയം. അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഞാനിങ്ങനെ തുറക്കുമ്പോ എഴുതിയിട്ടുള്ളൂ. എനിക്ക് അത്രയും ഇതില്ല. പിന്നെ അത് പക്ഷെ പറഞ്ഞു. പിന്നെ ഡാഡി 6 മണിക്ക് പറ്റില്ല. പക്ഷെ ഡാഡിക്ക് അത് ലൈക്ക് ഇതൊരു നമ്മൾ ശീലിച്ച കാര്യങ്ങൾ മാറ്റാന്നുള്ളതേ ഉള്ളൂ. ആ ഒരു പ്രോസസ്സാണ്. ഇനി ഇപ്പൊ ചെയ്യാറില്ല. അല്ല, പിന്നെ അത് കഴിഞ്ഞപ്പോ ഞാൻ ശ്രമിക്കാൻ രാവിലെ എഴുന്നേറ്റ് എന്റെ എഴുത്ത് കഴിഞ്ഞു 7:30 കഴിയുമ്പോൾ ഞാൻ ഫ്രീ ആയി. എനിക്കാണ് ഇവിടെ കിടക്കുന്നുണ്ട്, ഇവളോട് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം എനിക്ക് വേറെ പിന്നെ ചിലപ്പോൾ മറന്നു പോകും. അവസാനം ഞാനിങ്ങനെ എന്നിട്ട് ഇപ്പൊ ഞാൻ നോക്കും, ഒരു 9 മണി കഴിയുമ്പോൾ പോയി മുട്ടും. പുള്ളി നേരത്തെ എഴുന്നേക്കില്ല. പിള്ളേരെ മാത്രമൊന്നുമല്ല, ജിത്തു പലരെയും വിളിക്കും, കോൺട്രാക്ടറെ അവരിവരെ. അപ്പൊ ഞാൻ ജിത്തു പറയും, ജിത്തു 6:30 ആയിട്ടുള്ളൂ, അവരൊന്നും എഴുന്നേറ്റിട്ടില്ല, എന്തിനിപ്പോഴേ വിളിക്കുന്നേ? അപ്പൊ പിന്നെ കുറച്ചു നേരം ഒരു 7:30 ആവുന്നുള്ളൂ. എന്നിട്ട് കാണുന്ന ആൾക്കാരെയൊക്കെ വിളിക്കും, അവരൊന്നും എഴുന്നേറ്റിട്ടേ കാണുകയല്ല. സാറിന് എന്തായാലും നേരത്തെ തുടങ്ങിയല്ലോ, തുടങ്ങിയിട്ട് ഇപ്പൊ 3 മണിക്കൂറായി, ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു, അതും കഴിഞ്ഞു. അപ്പൊ ഇതെന്താണ് എല്ലാരും എഴുന്നേക്കാത്തെന്നുള്ളു. ഇപ്പം എല്ലാരും ഇപ്പം രാവിലെ എഴുന്നേക്കും. പക്ഷെ രാവിലെ എഴുന്നേറ്റാൽ പോലും അവർ നടക്കാൻ പോയി, അത് ചെയ്ത് കഴിഞ്ഞ് അപ്പം ഞാൻ നോക്കുന്നത് തന്നെ എഴുന്നേറ്റല്ലോ, ഇനി സംസാരിക്കാമല്ലോ. പക്ഷെ അവർ റെഡി ആയിട്ടില്ല, അവരുടെ ഓഫീസ് ടൈം തുടങ്ങുന്നേ ഉള്ളൂ. അത് കാരണം ഇപ്പൊ ഭയങ്കര ഒരു അക്ഷമനായിട്ടിരിക്കും. എങ്ങനെയാണ് 10 വേണം പരിപാടി കാര്യങ്ങൾ ചോദിക്കാൻ. പക്ഷെ ഞാൻ സൊല്യൂഷൻ കൊടുത്തു. ഞാൻ പറഞ്ഞു ഡാഡി മറക്കും, അത് ഇതാണ് കാരണം ഡാഡി പെട്ടെന്ന് മറന്നു. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് കാര്യം. അപ്പം ഞാൻ പറഞ്ഞു ഡാഡി ഒരു കാര്യം, എനിക്ക് വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് ഇട്ട് വെച്ചേരെ, പക്ഷെ നേരിട്ട് പറയണം എന്നുള്ളൊരു അത് ഇവരെ ശീലിച്ചതിൻ്റെ. അതിപ്പം ഞാനും ഇപ്പം നാളെ ശീലിച്ച് നാളെ എൻ്റെ പിള്ളേരുമായിട്ട് ഇതേ സാധനം തന്നെ റിപ്പീറ്റ് അടിക്കുമെന്ന് അറിയാം. പിന്നെ ഈ രാവിലെ എണീക്കുന്ന ഐ തിങ്ക് ഒരു ചെറിയ മറ്റേ കർഷക കുടുംബം ശീലം പാസ് ഓൺ ചെയ്തെന്നൊരു സാധനമാണ്. കാരണം ഞങ്ങളും രാവിലെ ഇപ്പോഴേക്കും ഇവര് ഒരു സമയത്ത് ഇവര് കോളേജിലൊക്കെ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഇവര് ഉണ്ടായിരുന്നു 12 1 മണിക്ക് കിടക്കുക, എന്നിട്ട് എഴുന്നേക്കുന്ന 10 11 അങ്ങനെയായിരുന്നു. അപ്പൊ അതെന്തോ ഒരു അൺഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നിയുണ്ട്. ഞാൻ പതുക്കെ ഇപ്പോഴും നമ്മൾ ഇച്ചിരി ഒരു സ്നേഹവും കുറച്ചൊരു ശാസ്ത്രയും ഇങ്ങനെയല്ലേ ഉള്ളൂ. നമ്മൾ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് എതിർത്താൽ ചിലപ്പോൾ ഇവര് അങ്ങനെ പറഞ്ഞ് ഇവരെ ഞാൻ തിരിച്ച് രാവിലത്തേക്ക് ആൾക്കാരാക്കി. ഇവർ രണ്ടുപേരും രാവിലെ എഴുന്നേക്കും, ഇവർ രണ്ടുപേരും എഴുന്നേക്കും. ആ കാര്യത്തിലൊക്കെ ഇതാണ്. അങ്ങനെയാണ് നിങ്ങളുടെ ശീലങ്ങൾ, അങ്ങനെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ന്യൂസ് മലയാളത്തിൻ്റെ ഓണാശംസകൾ. താങ്ക് യു.